ാണ് അടുത്ത കിസ്മ. മാറ്റത്തിന്റെ ലാഹിറുണ്ട് ബാത്തിനുണ്ട്. അതുകൊണ്ടെന്ന് ഏലം അന്നദ്ദീന ശത്രാന്, ദീനിന്റെ മൊത്തം കാര്യം എന്താണ്? രണ്ട് പൊടിയുണ്ട്. അഹദുഹുമ തർക്കുൽ മആസി, മാസിയത്ത് ഒഴിവാക്കൽ ഒന്ന്, വല്ല ആഖിറത്തിൽ തആത്തി ചെയ്യലും, അതാണ് തഖ്വ എന്ന് പറഞ്ഞത്. വ തർക്കുൽ മനാഹി ഹുവൽ അശദ്ദു, മനാഹി വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് എന്തൊക്കെ തർക്കുൽ മആസി ഒന്നാം നമ്പറായിട്ടും ഫീലു തഅദ് രണ്ടാം നമ്പറായിട്ട് എണ്ണിയത്. വത്വാഅത്തു യഖ്ദിറു അലൈഹാ കുല്ലു അഹദിൻ, ത്വാഅത്ത് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കഴിയുന്നതാണ്. അതങ്ങനെ. ഇനി തർക്കു ശഹവാത്തി ലാ യഖ്ദിറു അലൈഹി ഇല്ല സിദ്ദീഖൂൻ, ഷഹവാത്ത് ഒഴിവാക്കാന്നുള്ള എല്ലാവർക്കും കഴിയൂല. അതാണ് അത് കടുപ്പം പറയുന്നത്. എല്ലാ സിദ്ദീഖീങ്ങൾക്കല്ലാണ്ട്. വലിദാലിക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹാജിറു മൻ ഹജറ സൂഅ, ശരിയായ മുഹാജിർ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ കാര്യങ്ങളെ വർദ്ധിച്ചാക്കാന്ന് ശരിയായ മുഹാജിർ, നാട് വിട്ടു മാത്രമല്ല. വൽ മുജാഹിദ് മൻ ജാഹദ ഹവാഹു, തടി ഹവാനോട് യുദ്ധം ചെയ്താലാണ് ശരിയായ മുജാഹിദ് എന്ന് പറഞ്ഞു. വഅലം അന്നക ഇന്നമാ തഅസില്ലാഹ തആല ബിജവാരിഹിക, അല്ലാഹു തആലാനോട് വസിയത്ത് ചെയ്യുന്നത് ജവാരിഹ് ഉപയോഗിച്ചാണല്ലോ. എത്തരത്തിൽ വഹിയ നിഅമത്തും മിനല്ലാഹ്, ഈ ജവാരിഹാണെങ്കിലോ അള്ളാഹിന്റെ വലിയൊരു നിഅമത്താണ്. അലൈക, നിനക്ക് നൽകിയ നിഅമത്താണ്. വഅമാനത്തുൽ ലദൈക, നിന്റെ അടുക്കൽ അല്ലാഹു തആല അമാനത്താക്കിയത് ദുരുപയോഗം ചെയ്യില്ല എന്നുകൊണ്ട് ഏൽപ്പിച്ച സാധനമാണ്. അപ്പൊ ഫസ്തിആനതുക ബിനിഅമത്തില്ലാഹി തആല അലാ മഅസിയതിഹി, അള്ളാഹുവിന്റെ നിഅമത്ത് ഉപയോഗിച്ച് മഅസിയത്തിന് വേണ്ടി സഹായം തേടുക എന്ന ഗായത്തുൽ കുഫ്രാൻ, നിഅമത്തിന്റെ നന്ദികേട്, നിഅമത്തിനോട് കാട്ടുന്ന കുഫ്രാൻ നിഅമത്ത്. അത് ഇതിലേക്ക് നോക്കിയിട്ട് നിഅമത്തും മിനല്ലാഹി അലൈക്കാണ് ആദ്യം പറഞ്ഞത്. വഅമാനത്തുൽ ലദൈക എന്ന് പറഞ്ഞതാണ്. ഖിയാനത്തുക ഫീ അമാനത്തിൻ, അമാനത്തിലുള്ള ഖിയാനത്തുമാണ്. എങ്ങനത്തെ അമാനത്ത്? അല്ലാഹു തആല, അല്ലാഹു തആല നിന്നിൽ ഏൽപ്പിച്ച ഖിയാനത്ത്, അമാനത്തിലുള്ള ഖിയാനത്താണ്. അത് ഗായത്തുൽ തുഗ്യാൻ. എന്താ ഖിയാനത്തുകാന്റെ ഖബർ? ഇസ്തിആനത്തുകാന്റെ ഗായത്തുൽ കുഫ്ര ഖബർ കഴിഞ്ഞു. വഖിയാനത്തുക ഫീ അമാനത്തിൻ എന്ന് പറഞ്ഞ ഗായത്തുൽ തുഗ്യാൻ. ഫഇന്ന അഅ്ളാഅക, നിന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ റആയാക, നിന്റെ പ്രജകളാണ്, നിന്റെ പണിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഫൻദുർ കൈഫ തർആഹ, അതിനെ നീ എപ്രകാരം ഭരിക്കുന്നു എന്ന് നീ നോക്കണം. കുൽഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നല്ലേ ഹദീസുള്ളത്. നിങ്ങളെല്ലാവരും ഭരണാധിപരാണ്, എല്ലാം ചോദിക്കപ്പെടുന്നു. അപ്പൊ നിന്റെ കൈകാലികൾ പ്രജകളാണ്, നീ ഭരണാധിപനാണ്. വഅലം അന്ന ജമീഅ അഅ്ളാഇക സതശ്ഹദു അലൈക ഫീ അറസാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ മുറ്റത്ത് നിന്റെ അംഗങ്ങൾ മുഴുവനും നിനക്കെതിരെ സാക്ഷി പറഞ്ഞു. ബലിസാനിൻ ദലിക്കിൻ, വ്യക്തമായ ഭാഷ ഉപയോഗിച്ചിട്ട്. അപ്പൊ യഫ്ളഹുക അല്ലാഹു തആല അലാ മലഇൻ മിനൽ ഖലായിക, പടപ്പുകളെ വലിയൊരു സദസ്സിൽ വെച്ചിട്ട് നീ എന്താകും? ഫദിഹത്താകും. قال الله تعالى يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون, അവരെ നാവും അവരെ കൈകളും അവരെ കാലുകളും എന്താക്കും? അവർക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. وقال تعالى اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അതുകൊണ്ട് ഫഹഫദ് ജമീഅ ബദനിക്, നിന്റെ ശരീരം മുഴുവനും നീ കാക്കണം. ഖുസൂസൻ അഅ്ളാക സബ്അ, 7 അംഗങ്ങൾ പ്രത്യേകിച്ചും. അതുകൊണ്ട് അതിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകല്. ഫഇന്ന ജഹന്നമ ലഹാ സബ്അതു അബ്വാബിൻ, ജഹന്നമിന് 7 വാതിലുകളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, അതിന് ഓരോ ഓഹരിക്കാറുണ്ടെന്നാണ്. അപ്പൊ 7 അംഗങ്ങൾക്കൊപ്പിച്ചാണ് എന്തുണ്ടാക്കിയ ജഹന്നമിന്റെ വാതില്. വലാ യതഅയ്യനു ലിതിൽകൽ അബ്വാബി, ആ അബ്വാബുകൾക്ക് ഓരോന്നിനും നിജപ്പെടൂല ഇല്ലാ മൻ അസല്ലാഹു തആല ബിഹദിഹിൽ അഅ്ളാ, ഈ 7 അംഗങ്ങളെ കൊണ്ട് കുറ്റം ചെയ്താക്കല്ലാണ്ട്. വഹിയൽ ഐൻ, ഒന്നേതാ കണ്ണ്, വൽ ഉദുനു കാത്, ലിസാനി നാവ്, ബത്നി
അതിനറിയാലോ, ഫർജ്, യദ്, റിജ്ലി, 7 അംഗങ്ങളായി. അപ്പൊ കണ്ണ് 2 ഉണ്ട്, ഉദന് 2 ഉണ്ട്, ലിസാൻ 1, കൈ 2 ഉണ്ട്. അങ്ങനെ തന്നെയാ എണ്ണം കൂടും. 7 ഇല്ലേ? അമ്മൽ ഐനു എന്നാ കണ്ണെടുക്കാം. ഫൈന്നമാ ഖുലിഖതിലക, അത് നിനക്ക് വേണ്ടി അല്ലാഹു തആല പടച്ചു തന്നതാണ്. ഇതിനാ ലി തഹ്തദിയ ബിഹാ ഫിൽ ദുലുമാത്, ഇരുട്ടുകളിൽ നിനക്ക് വഴി കാണണ്ടേ. വതസ്തഈന ബിഹാ ഫിൽ ഹാജാത്ത്, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താക്കണം അത് ഉപയോഗിച്ച് പോയി വരലും ചെയ്യണ്ടേ. വതൻദുറ ബിഹാ ഇലാ അജായിബി മലകൂത്തിൽ അർളി വസ്സമാവാത്ത്, ആകാശഭൂമികളിലുള്ള അജായിബുകളെ കൊണ്ട് നോക്കാനും. എന്താ ആകാശത്തിലെ സമാവാത്തേതാ? ശംസു വൽ ഖമറു വൻ നുജൂമു. മലകൂത്തുൽ അർളേതാണ്? അൽ ജിബാലു വൽ അഷ്ജാറു വൽ ബിഹാർ. കണ്ടാ, അതൊക്കെ കണ്ടുപിട്ടിട്ട് എന്താക്കണം അള്ളാഹിനെപ്പറ്റി തിരിയാന്. അതിൽ നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നീ പാഠം പഠിക്കാനാണ്. ഇതാണ് എൻ്റെ അസ്ൽ ഖിൽഖത്ത്. അതുകൊണ്ട് കണ്ണിൽ കൂടി ഉണ്ടാകുന്ന 3 കുറ്റങ്ങളെ തൊട്ട് കാക്കണം. ഒന്നേതാ? അൻ തൻദുറ ബിഹാ ഇലാ ഗൈരി മഹറം, മഹറം അല്ലാത്തതിലേക്ക് നോക്കല്. അതുപോലെ വൈലാ സുവരി മലിഹത്തിൻ ബിശഹവത്തി നഫ്സിൻ, നഫ്സിന്റെ ശഹവത്തോടുകൂടി മലിഹത്തിനാൽ സുന്ദരമായത് അതിലേക്ക് നോക്കല്. ഔ തൻദുറ ബിഹാ ഇലാ മുസ്ലിമിൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് നോക്കൽ ബി ഹൈനിൽ ഹെത്തിക്കാർ, പരിഹസിക്കുന്ന കണ്ണുകൊണ്ട്. ഔ തത്തലിയ ബിഹില ഐബി മുസ്ലിമിൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഐബിലേക്ക് എത്തി നോക്കല്. അപ്പൊ കണ്ണുകൊണ്ട് ചെയ്യുന്ന 3 ദോഷങ്ങളായി പറഞ്ഞു വന്നത്. അപ്പൊ അതാണ് ഫഹ്ഫുദ അൻ സലാസത്തി. ഇനി കാതല്ലേ രണ്ടാമത്തേത്. അമ്മല്ലതിനു ഫഹ്ഫദ്ഹ അൻ തുസ്ഗിയ ബിഹാ ഇലൽ ബിദ്അത്തി അബിൽ ഗീബത്തി അബിൽ ഫുഹ്ശി അബിൽ ഖൗലി ഫിൽ ബാതിൽ ഔ ദിക്രി മസാബിൻ നാസി. അപ്പൊ 5 ഉണ്ട്. ബിദ്അത്തിലേക്ക് ശ്രദ്ധിക്കല്. ആരെങ്കിലും ബിദ്അത്ത് വെച്ചിട്ട് പ്രസംഗിക്കുന്നുണ്ടാവും, അവിടെ പോയിട്ട് ഇങ്ങനെ ആ ശരിയൊക്കെ തലവൽക്കിയിട്ട് ഓനിക്ക് നല്ല പാർട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട്. അബിൽ ഗീബ, അല്ലെ ഗീബത്തിലേക്ക് കേൾക്കല്, അല്ലെങ്കിലോ ചീത്തവിലേക്ക് കേൾക്കൽ, അല്ലെ ബാത്തിലായ കാര്യത്തിൽ ഏർപ്പെടല്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് പറയുന്നതിലേക്ക് ശ്രദ്ധിക്കൽ. ഇതെല്ലാം കാതുകൊണ്ട് നടത്തുന്ന കാര്യമാണല്ലോ. യഥാർത്ഥത്തിൽ ഉദുന അള്ളാഹു തആല പടച്ചതിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാൻ. വസുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കേൾക്കാൻ. വഹിക്മത്ത് ഔലിയാക്കളുടെ ഹിക്മത്തുകൾ കേൾക്കാൻ. വതതവസ്സല ബിഹിൽ ഇസ്തിഫാദത്തിൽ ഇൽമിൻ, അതിൽ കൂടി ഇൽമ് കരസ്ഥമാക്കലിലേക്ക് ചേരണം. എന്തിനാ ഇൽമ് കരസ്ഥമാക്കുന്നത്? ലി തനാല ബിഹൽ മുൽക്കൽ മുഖീം, കാലാകാലം നിലനിൽക്കുന്ന അധികാരങ്ങളും വന്നഈമദ്ദായിം, നശിച്ചു പോവാത്ത നിഅമത്തിലേക്കും ചേരാൻ. അത് ലി തനാല എന്താണ്? ഇസ്തിഫാദത്തിൽ ഇൽമിന്റെ കാരണം. തതവസ്സല എന്ന് പറഞ്ഞത് ഈ ഇസ്തിഫാദത്തിൽ ഇൽമിലേക്ക്. അപ്പൊ മേൽ പറയപ്പെട്ട വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നീ ശ്രദ്ധിച്ചാൽ നൈസാറമാക്കാനലക്ക അലൈക്, നിനക്ക് അനുകൂലമായത് പ്രതികൂലമായി വന്നു. മക്കാനലക്ക അനുകൂലം. ഏതെല്ലാം അനുകൂലം പറഞ്ഞത്? അള്ളാന്റെ കലാമ് കേൾക്കണം, സുന്നത്ത് കേൾക്കണം, ഹിക്മത്ത് കേൾക്കണം, അതെല്ലാം അലൈക്കായി മാറി. വൻകലബ മാക്കാന സബബ ഫൗസിക്ക, നിന്റെ വിജയത്തിന്റെ കാരണമായ ഒന്നായി അതാ ഫസാറ സബബ ഹലാക്കിക്ക, ഹലാക്ക കാരണമായി മാറി. വഹാദ ഗായത്തുൽ ഖുസ്റാൻ, ഇതല്ലേ വമ്പിച്ച നഷ്ടമെന്ന് പറഞ്ഞത്. വലാ തളുന്നന്ന അന്നൽ ഇസ്മ യഖ്തസ്സു ബിഹിൽ ഖായിൽ, ആ പറയുന്നവന് മാത്രമേ ഇസ്മുള്ളൂ എന്ന് വിചാരിക്കണ്ട. ദൂനൽ മുസ്തമീനൊന്നും കിട്ടൂല. ഫഫിൽ ഖബരി ഇന്നൽ മുസ്തമിഅ ശരീകുൽ ഖായിൽ, കേൾക്കുന്നവനാരാണ്? ഖായിലിന്റെ ശരീക്കാണ്. വഹുവ അഹദുൽ മുഖ്താബൈൻ, 2 മുഖ്താബികളിൽ ഒരാൾ ഇവനായി പറയുന്നു, മറ്റത് കേൾക്കുന്നു. അതിനെ കുറിച്ച് പറയണ്ടല്ലോ അവിടെ. വലൈസൽ മുറാദു, ഇത് ആകാശങ്ങളെ നോക്കല്, ഭൂമി നോക്കല്, മലക്കൂത്ത് നോക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറും കണ്ടിട്ട് ഇങ്ങനെ നോക്കൽ എന്നല്ല അർത്ഥം. അതാ അവലം ഇപ്പം പൈസനല്ലോ ഇത് അഷജാറ് എല്ലാം പൈസ.
അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞാൽ അന്നദുറു ഇല ദുനിയാ ബിഐനിൽ ഇഖ്തിയാർ. അതൊക്കെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബന്ധപ്പെട്ടതിലേക്ക് നോക്കലല്ലത്. വൈന്നമ അറാദൻ നളറ ഇലൈഹ ബിഐനിൽ ഇഅ്തിബാർ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൽ, ഒരു ഇൽമ് കരസ്ഥമാക്കലാണ് ഉദ്ദേശിക്കുന്നത് ഇഅ്തിബാർ. കമാ ഹുകിയ അന്ന യൂസഫ് ബിൻ അസ്ബാത്ത് ഉത്തിയ ലഹു ബി ജൗഹറത്തിൻ, എന്നിട്ട് ഒരു മുത്ത് കൊണ്ടുവരപ്പെട്ടായിരിക്കും യൂസഫ് ബിൻ അസ്ബാത്തിന്. ഫഅഖദഹ, അത് വാങ്ങിയിട്ട് വഖബ്ബലഹ വവളഅ അലാ ഐനൈഹി, അത് മുത്തി എന്നിട്ട് എന്താക്കി അതിനെ കണ്ണുമ്മ വെച്ച്. സുമ്മ വളഅഹ ബൈന യദൈഹി, എന്നിട്ടോ അത് മുമ്പിലട വെച്ചു. വഖാല ഇന്ന ദുനിയാ ലം തുഖ്ലഖ ലിനൻദുറ ഇലൈഹ വഇന്നമാ ഖുലിഖത് ലിനൻദുറ ബിഹാ ഇലൽ ആഖിറ എന്ന് പറഞ്ഞു. ദുന്യാവ് പടക്കപ്പെട്ടത് ദുന്യാവിലേക്കുള്ള നോക്കാനല്ല, അതുകൊണ്ട് ആഖിറത്തിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. عن سيدنا عبد الله بن عمر رضي الله عنه قال بعضهم تحرى من الطرق أوساطها وعدي عن الجانب المشتبه وسمعك صنعا سماع القبيح كصول اللسان على النطق به فإنك إنت سماع القبيح شريك لقائله فانتبه. നമ്മളിപ്പം വായിച്ച എന്താ, മാർഗങ്ങളിൽ നിന്ന് നീ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഔസാത്ത് എന്ന് പറഞ്ഞാൽ ഇഫ്രാത്തും വേണ്ട തഫ്രീത്തും വേണ്ട. വാദ്യ അനിൽ ജാനിബിൽ മുസ്തബിഹ്, മുസ്തബിഹായ ജാനിബുണ്ടല്ലോ, അവിടെ നിങ്ങളുണ്ടോ ഉപദ്രവമുണ്ടോ എന്നുള്ള റോട്ടമ്മലെ കൊണ്ട് നടക്കുമ്പോൾ എന്താകണം, നടുക്ക് സൈഡിലുണ്ടാക്കും പാമ്പത്തോളോ കാട്ടിലുണ്ടാകുമല്ലോ. വസംഅകസുൻ, അത് നമ്മുടെ ബാബിന്റെ വിഷയം. നിന്റെ കാതിനെ സൂക്ഷിക്കണം. സമാഇൽ ഖബീഹി, ഏതുപോലെ കസൗനിൽ ലിസാനി അനിൻ നുത്ഖി ബിഹി, നാവിനെ കാക്കേണ്ടത് പോലെ തന്നെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. ഫഇന്നക ഇൻദ സമാഇൽ ഖബീഹി, ഖബീഹ് കേൾക്കുന്ന നേരത്തെ ശരീകുൽ ലിഖായിലിഹി, ഖായിലിനോട് ശരീക്കാണ്. അതുകൊണ്ട് ഫന്തബിഹി എന്തിന്റെ ബാബിയെന്ന് ഇന്നമൽ മുസ്തമിഅ ശരീകുൽ ഖായിലി എന്ന് പറഞ്ഞ ബൈത്ത് പറഞ്ഞതാണ്. വറുവിയാൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അന്നഹു ദുഇയ ഇലാ വലീമത്തിൻ, ഒരു സൽക്കാരത്തിലേക്ക് മൂപ്പർ ക്ഷണിക്കപ്പെട്ടു. ഫഹളറ, അടുത്തി. ഫദകറു റജുലൻ ലം യതി, അവിടെ വരാത്ത ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു. ഹനോറല്ല. ഫഖാലു, മോറ് പറഞ്ഞത് അവത് ഇന്നഹു സഖീൽ, ഓനെ ഒരു ബടായിക്കാരനെന്ന് വലിയ കനപ്പിടിയുള്ള ആളെന്ന് വിളിച്ചേക്കൊന്നും പോകില്ല എന്നെല്ലാം പറഞ്ഞു. ഫഖാല ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു അന ഫഅൽതു ഹാദാ ബിനഫ്സി, ഇത് ഞാനും ചെയ്തല്ലോ, നീ കുറ്റപ്പെടുത്തില്ല. ഹനൂർ പറഞ്ഞ ഹൈസു ഹലറത്തും യുഗ്താബ ഫീഹി നാസ്, ജനങ്ങൾ ഗീബത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിപ്പോയല്ലോ. ഫഖറജ, മൂപ്പർ ഇറങ്ങിപ്പോയി. വലം നൗകുൽ സലാസത അയ്യാം, 3 ദിവസം വരെ ഒന്നും തിന്നില്ല. ആ കേട്ടുപോയതുകൊണ്ട്. أخرج البخاري عن سيدنا أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن العبد ليتكلم بالكلمة من رضوان الله تعالى. അള്ളാഹു തആലാന്റെ പൊരുത്തകരമായ ഒരു കലിമത്ത് എന്താക്കും, ഒരു അബ്ദ് സംസാരിക്കും. ലാ യുൽഖി ലഹാ ബാലൻ, അതിന് വലിയ കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, ആ ഒരു കലിമത്ത് കാരണത്താൽ അല്ലാഹു തആല അവന്റെ ദറജ ഉയർത്തി കൊടുക്കും. വൈൻ, ഇനി അതാണ് തിരിച്ചു വെക്ക്. വഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമത്തി മിൻ സുഖത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ സുഖത്തിൽപ്പെട്ട ഒരു കലിമത്ത് സംസാരിച്ചു. ലാ യുൽഖി ലഹാ ബാലൻ, അത് വലിയൊരു പ്രശ്നമാക്കിയിട്ടില്ല. എന്നാലും യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ കലിമത്ത് കാരണത്താൽ ജഹന്നമിലേക്ക് അവൻ ആഴത്തിലേക്ക് ചെല്ലുകയാണ്. عن سيدنا عبد الله بن مسعود رضي الله عنه قال قال النبي صلى الله عليه وسلم سباب المسلم فسوق وقتاله كفر. ഒരു മുസ്ലിമിനെ ചീത്ത പറയുക എന്നുള്ളത് വലിയ ഫുസൂഖാണ്, അവനെ കൊല്ലുക എന്നുള്ളത് കുഫറുമാണ് എന്ന് പറഞ്ഞു. عن سيدنا أبي هريرة رضي الله عنه يقول قال رسول الله صلى الله عليه وسلم إن العبد ليقول الكلمة, ഒരു മനുഷ്യൻ ഒരു കലിമത്ത് പറയുന്നു. ലാ യഖൂലുഹാ ഇല്ലാ ലിയുൽഹിക ബിഹന്നാസ്, അത് ഉപയോഗിച്ച് ജനങ്ങളെ ചിരിപ്പിക്കലാണ് അവന്റെ ലക്ഷ്യം. യഹ്വി ബിഹാ,
ആ കലിമത്ത് കൊണ്ട് അവൻ ആഴത്തിലേക്ക് വീഴുകയാണ്. ആകാശത്തിൻ്റെയും ഭൂമിയിലുള്ളയും ഇടദൂരുണ്ടല്ലോ, അതിനേക്കാണ് ആഴത്തിലേക്ക്. കാല് കൊണ്ട് വഴുതി വീഴുന്നതിനേക്കാണ് കടുപ്പമായിട്ട് നാവ് കൊണ്ട് വഴുതി വീഴും. നാവുകൊണ്ടുള്ള അബദ്ധം. ഇനി വമ്മൽ ലിസാൻ, അത് ലിസാനിൽപ്പെട്ട ബാബാത്, അല്ലെങ്കിൽ കലിമത്ത് സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ ലിസാനുമായിട്ടല്ല ബന്ധപ്പെടും. പടച്ചു വെച്ചിരിക്കുന്നതിൽ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാനാണ്, കിതാബ് ഓതാനാണ്, അള്ളാഹുവിന്റെ പടപ്പുകളെ അവന്റെ തരീഖിലേക്ക് വഴികാട്ടാൻ വേണ്ടിയാണ്. നിന്റെ ദീനിന്റെ ആവശ്യങ്ങൾ, ദുന്യാവിന്റെ ആവശ്യങ്ങൾ മനസ്സിൽ പലതുകൊണ്ട് അത് വെളിവാക്കി പറയാനുള്ളതാണ് നാവ് എന്നൊക്കെ മുമ്പ് നാസ്ത പറഞ്ഞു. നാവ് കൊണ്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടുമ്പോ അത് നീ ഉപയോഗപ്പെടുത്തി നിനക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത് എല്ലാത്തതിനും ഉപയോഗിച്ച ഫഖദ് കഫർത ബിനിഅമത്തില്ല, അള്ളാഹുവിന്റെ നിഅമത്തിന് നീ കുഫ്റാൻ ചെയ്തു. വഹുവ, ഈ നാവ് അഗ്ലബു അലൈക അലൈക, നിന്നെ കീഴടക്കുന്ന അംഗങ്ങളിൽ ഏറ്റവും കടുപ്പ് കൂടിയതാണ്. നാവ് കൊണ്ടല്ലേ മനുഷ്യൻ മുസ്ലിം ആകുന്നുണ്ട്, അതേ നാവ് കൊണ്ട് മുർത്തന്താകുന്നുണ്ട്, ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ബന്ധങ്ങൾ മുറിക്കുന്നുണ്ട്. വഅലാ സാഇരിൽ ഖൽഖി, അതുപോലെ മറ്റുള്ള പടപ്പുകളെ മേലിലും എന്താക്കും, ഏറ്റവും കീഴടക്കുന്ന സാധനമാണ് നാവ്. വലാ യകുബുന്നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അതൊരു ഹദീസാണത്. നരകത്തിലേക്ക് മനുഷ്യനെ മുഖത്തുമ്മലായിട്ട് കുത്തി വീഴുന്നില്ല, അവരെ തള്ളിയിട്ടിട്ടില്ല, ഇല്ല ഹസായിദു അൽസിന, നാവ് കൊണ്ട് കൊയ്ത ദോഷങ്ങളല്ലാണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫാ ബിൽ മർഇ കദിബൻ, കളവായിട്ടൊരു മനുഷ്യന് മതി അൻ യുഹദ്ദിസ ബികുല്ലി മാ സമഅ, കേട്ടതെല്ലാം വിഷയാക്കി പറയലും. അപ്പൊ കളവൊന്നും പറഞ്ഞില്ല, അതന്നെ കളവ്. അത് നേരോ കളവോ യഥാർത്ഥത്തിലുണ്ടോ എന്ന് വേർതിരിക്കാതെ കണ്ട് കേട്ടെല്ലാം പറയാന്ന് വെച്ചാൽ. وأخرج الترمذي عن سيدنا عبد الله بن عمرو بن العاص رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صمت نجا, മാവടക്കിയവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. عن سيدنا عقبة بن عامر رضي الله عنه قال لقيت رسول الله صلى الله عليه وسلم, കണ്ടിട്ട് ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ നജാതു, രക്ഷ എവിടെയാണ് നബിയെ, എന്താണ്? ഖാല അംസിക് അലൈക ലിസാനക, നാവിനെ ബന്ദ് ചെയ്തോ, വയസഉക ബൈതുക, നിന്റെ വീട്ടിൽ തന്നെ നിനക്ക് ഇരിക്കാനുള്ള സ്ഥലം കണ്ടോ. എന്നുവെച്ചാൽ അങ്ങാടി പോയി ബജുമ്മലിരുന്ന് ഇവിടെ കൊല എന്നിട്ട് ഇങ്ങനെ വർത്തനം പറയന്നെ, അപ്പൊ പരക്ക് സീറ്റില്ലാത്ത മാതിരി ഇപ്പൊ ഇല്ലേ, അപ്പൊ പരക്ക് ഇരിക്കാൻ സ്ഥലം കണ്ടോന്നു. വബികി അലാ ഖത്തിഅതിക, ദോഷങ്ങളെ ഓർത്തുകൊണ്ട് കരഞ്ഞോളൂന്നു. ഈ മൂന്ന് കാര്യത്തിലാണ് നജാത്ത്. عن سيدتنا ميمونة رضي الله عنها قالت قال لي رسول الله صلى الله عليه وسلم يا ميمونة تعوذي بالله من عذاب القبر, ഖബറിന്റെ അദാബിനെ തൊട്ട് നീ അല്ലാഹുവോട് കാവലിനെ തേടണം മൈമൂന എന്ന് പറഞ്ഞു. വഇന്ന മിൻ അശദ്ദി അദാബിൽ ഖബ്രി യാ മൈമൂന, മൈമൂന ഖബറിന്റെ അദാബിൽ കഠിനമാണ് അൽ ഗീബത്തു വൽ ബൗലു, ഗീബത്തും ബൗലും മൂത്രിക്കലാണ്. മൂത്രനെ ശുദ്ധീകരിക്കാണ്ടിരിക്കല്. പണ്ട് പറഞ്ഞ അറബി കോളേജ് പോയിട്ട് മൂത്രം വീഴ്ത്തിയാൽ എന്താകും, നല്ല ഖബറിലെ അദാബ് കിട്ടും. وقال صلى الله عليه وسلم إن عذاب القبر من ثلاثة الغيبة والنميمة والبول فإياكم وذلك, നിങ്ങളത് സൂക്ഷിക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫസ്തദ്ഹിർ അലൈഹി ബിഗായത്തി ഖുവ്വതിക, നിന്റെ പൂർണ്ണമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്താക്കണം, നാവിനെ കീഴടക്കണം എന്നാ പറഞ്ഞു. നാവ് നിന്നെ കീഴടക്കി കളയും. ഹത്താ ലാ യകുബ്ബക ഫീ ഖഅരി ജഹന്നമ, ജഹന്നമിന്റെ ആഴത്തിലേക്ക് നിന്നെ മുഖം കുത്തി തള്ളിയിടാതിരിക്കാനാണ് പറയുന്നത്.
ففي الحديث إن الرجل ليتكلم بالكلمة فيهوي بها في جهنم 70 خريفا. ഇപ്പോൾ പുതിയ ഹദീസാണ്, ഷറഹിലുണ്ട്. ഒരു മനുഷ്യൻ ഒരു കലിമത്ത് സംസാരിക്കും, പക്ഷെ ഓരത് കാര്യമായ വലിയ വലിയ കാര്യമെന്ന് കണക്കാക്കിയിട്ടുണ്ടാവില്ല. ആ കലിമത്ത് കാരണമായിട്ട് ജഹന്നമിലേക്ക് 70 കൊല്ലത്തെ ദൂരത്തിലേക്ക് കുത്തി വീഴുന്നു. വഖുതില ഷഹീദുൻ ഫിൽ മഅറക, യുദ്ധക്കളത്തിൽ വെച്ചൊരു ഷഹീദായോട് കൊല്ലപ്പെട്ട്. ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരാൾ പറഞ്ഞു ഹനീഅൻ ലഹുൽ ജന്ന, അവനിക്ക് എന്തൊരു സന്തോഷം, അവനിക്ക് തന്നെ സ്വർഗം എന്ന് പറഞ്ഞു. ഇത് യുദ്ധത്തിൽ ഷഹീദായില്ലേ. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിനെ തടയുന്ന കാര്യം വല്ലതുണ്ടോ എന്ന് നോക്കണം. എന്താ വമാ യുദ്രിക ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി, ആവശ്യമില്ലാത്ത വല്ല കലാമും സംസാരിച്ചിട്ടുണ്ടാവൂലേ. അപ്പോൾ യുദ്ധത്തിൽ ഷഹീദായി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സ്വർഗത്തിൽ കയറാന്നാ വിചാരിച്ചത്. വയബ്ഖലു ബിമാ ലാ യുഗ്നീഹി, അവന് ആവശ്യമുള്ള കാര്യം സംസാരിക്കാതെ വഖിത്രം കാട്ടിയിട്ടുണ്ടാവാലോ. അതുകൊണ്ട് ഫഹഫദ് ലിസാനക മിൻ സമാനിയത്തി അഷ്യാ, നാവിൽ നിന്ന് 8 എണ്ണം ഉണ്ടാകും. കണ്ണിൽ നിന്ന് 3 എണ്ണി, കാതിൽ നിന്ന് 8 എണ്ണി, 5 എണ്ണിയ. അതെ, നാവിൽ നിന്ന് 8. ഒന്ന് അൽ കദിബ്, ഒന്നാമത്തേത് കദിബ്. ഈ ജനങ്ങൾ എല്ലാം ഒരിക്കൽ ചിരിപ്പിച്ചാലും അതും അവിടെ ഒപ്പം വായിലത്രേ ഉള്ളൂ. അപ്പൊ നാവ് കൊണ്ടുള്ള കസരത്തില്ലത്. അതൊക്കെ ദീപിന്റെ ഷറാഹ് തീരുന്നതാ. അത് മുമ്പ് ഞാൻ മോദിയാന്നു. احذر لسانك أيها الإنسان لا يلدغنك إنه ثعبان, നിന്റെ നാവിനെ നീ കാക്കണം മനുഷ്യ, അത് പാമ്പാണ്, നിന്നെ കടിക്കാണ്ടിക്കട്ട്. കമ്മിൻ ഫമഖാബിരി മിൻ ഖതീലി ലിസാനിഹി ഖദ് കാന ബലിഖാഉൽ അഖ്റാനു, എത്ര ആളുകൾ കബറിൽ കിടക്കുന്നുണ്ട് നാവ് കൊണ്ട് കൊല്ലപ്പെട്ട ആള്. കത്തീൽ എന്നിട്ടും മക്തൂല്. കതുക്കാനു, അവനെ കണ്ടുമുട്ടുന്നത് അവൻ്റെ സുഹൃത്തുക്കൾ പേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവൻ്റെ നാവ് കിടക്കാൻ. അവിടെ 8 കാര്യം. അല്ലവ്വലു, ഒന്നാമത്തേതിൽ കദിബാണ്. അതുകൊണ്ട് ഫഹഫദ് ലിസാനക മിൻഹു, കദിബിനെ തൊട്ട് നാവിനെ കാക്കണം. ഫിൽ ജദ്ദി വൽ ഹസ്ലി, അത് തമാശയ്ക്ക് വേണ്ടിയായാലും ശരി, കാര്യത്തിന് വേണ്ടിയായാലും ശരി. വലാ തുഅബ്ബിദ് നഫ്സകൽ കദിബ ഹസ്ലൻ, തമാശയായി കൊണ്ടുള്ള കദിബ് നീ പതിവാക്കാൻ പാടില്ല. അതെന്താക്കും ഫതദാഇലൽ ജിദ്ദി, അതെന്താക്കും കാര്യത്തിലും കളവറിയിലേക്ക് എത്തിക്കും. ഫൽ കദിബ മിൻ ഉമ്മഹാത്തിൽ കബായിർ, വങ്കുറ്റങ്ങളിൻ്റെ ഹെഡ് ഓഫീസാണ് ഇത് കദിബ് എന്നുള്ളത്. സുമ്മ ഇന്നക ഇദാ ഉരിഫ്ത ബിദാലിക, ഇയാൾ കളു പറയൂ എന്നറിയപ്പെട്ടാൽ സഖതത്ത് സിഖത്തു ബിഖൗലിക, നിന്റെ വാക്കിന് യാതൊരു വിലയുണ്ടാവില്ല. അയാളങ്ങനെ പല കളവർ നടഞ്ഞെന്ന് പറയും. വതസ്ദരീകൽ അയ്യുനു, കണ്ണുകളെന്താക്കും നിന്നെ നിസ്സാരമായി കാണും. വതഹത്തഖിറുക, നിന്നെ നിസ്സാരപ്പെടുത്തും. ഫഇദാ റതൻ തരിഫ കുബ്ഹൽ കദിബി മിൻ നഫ്സിക, നിന്റെ നഫ്സിൽ നിന്നുണ്ടാകുന്ന കദിബ് മോശമാണെന്ന് അറിയാൻ എന്താക്കണം, വേറെ ആൾ പറഞ്ഞാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും നോക്ക്. ആ വേറെ ആളെ സ്ഥാനത്ത് എന്താക്കും, നിന്നെ നിർത്തും. ഫൻദുർ ഇലാ കദിബി ഗൈരിക, മറ്റുള്ള ആൾ കളവറിലേക്ക് നീ നോക്ക്. വൈലാ നിഫറത്തി നഫ്സിക മിൻ അൻഹു, അതിനെ തൊട്ടുണ്ടാക്കുന്ന ആ ഹൈറിനെ തൊട്ട് നിന്റെ നഫ്സിന് എന്തൊരു വെറുപ്പുണ്ട്. വസ്തിഹ്കാരിക ലിസാഹിബിഹി, ആ കളവ് പറഞ്ഞ വ്യക്തിയോട് നിനക്ക് എത്ര നിസ്സാരത തോന്നുന്നുണ്ട്. വസ്തിഖ്ബാഹിക ലഹു, അവനെ നീ മോശമായി കാണുന്നില്ലേ. അതുകൊണ്ട് മറ്റൊരാളെന്താക്കാം, നിന്റെ നഫ്സിൻ്റെ സ്ഥാനത്താണ്. അപ്പം നഫ്സിനെ മറ്റൊരാളെ സ്ഥാനത്ത് നിർത്തുക. വകദാലിക ഫഅൽ ഫീ ജമീഇ ഉജൂബി നഫ്സിക, നിന്റെ നഫ്സിൻ്റെ എല്ലാ ഐബുകളിലും ഇപ്രകാരം ചെയ്തോ. فإنك لا تدري قبح عيوبك من نفسك بل من غيرك,
നിന്റെ അയ്ബ് നീ കാണുന്നില്ല, മറ്റുള്ള ആളെ വെക്കുന്നത് നീ കാണുന്നുള്ളൂ, സ്വന്തം കാണുന്നില്ല. അപ്പൊ ഗൈറിന്റെ വക്കൽ നിന്ന് നീ മോശമായി കണക്കാക്കി ഒന്ന്, ഫയസ്തഖ്ബിഹു ഗൈറുക മിൻക, നിന്റെ വക്കൽ നിന്ന് മറ്റുള്ള ആളെ മോശമായി കാണൂല, ലാ മഹാലത ഫലാ തർദ ലിനഫ്സിക ബിദാലിക. അപ്പൊ മറ്റുള്ളവർ മോശമായി കാണാതിരിക്കാൻ നീ പൊരുത്തപ്പെടാൻ പാടില്ല. അപ്പൊ ഒന്ന് പറഞ്ഞു, عن سيدنا عبد الله بن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال عليكم بالصدق فإن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وما زال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا وإياكم الكذب فإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار ولا يزال الرجل يكذب ويتحرى الكذب حتى يكتب عند الله كذبا. നമുക്ക് എങ്ങനെ ചോദ്യം അത് സമാജത്തിൽ തന്നെ ഓതിയിട്ടുണ്ട്. عن سيدنا عبد الله بن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال إذا كذب العبد عبد കളവ് പറഞ്ഞാൽ തബാഅദൽ മലക്കു മലക്ക് അകന്നു പോകുന്നതാണ് മൈലൻ ഒരു മൈൽ ദൂരത്ത്. എന്താ മിന്നത്തിനി മാ ജഅബി അവ പറഞ്ഞ കളവിൻ്റെ ആ ദുർവാസന ഉണ്ടല്ലോ, അത് കാരണത്താ മലായിക്കത്ത് അകന്നു പോകുന്നു. قال صلى الله عليه وسلم ويل لمن يحدث സംസാരിക്കുന്നവന് വൈലേ ഫയകദിബു അതിന് കളവ് പറഞ്ഞിട്ട് കൗമിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈലുൽ ലഹു എന്ന് ചുരുക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ അടക്കം 3 വട്ടായി. അഖ്റജ അബൂ ദാവൂദ് അൻ സയ്യിദിനാ മുആവിയ ഗുണോപയോഗിക്കാം. അസ്താനി നാവിൽ നിന്നുണ്ടാകുന്ന 8 കാര്യത്തിൽ രണ്ടാമത്തേത് അൽ ഖുൽഫു ഫിൽ വഅദി വാഗ്ദത്തം ചെയ്തത് പാലിക്കാതിരിക്കല്. ഫഇയ്യാക അൻ തഅദ ബിശൈഇൻ ഒരു കാര്യം കൊണ്ട് വാഗ്ദാനം ചെയ്യാൻ പാടില്ല, ഇല്ലാ വതഫീ ബിഹി അത് പൂർത്തിയാക്കുമെങ്കിലല്ലാണ്ട്. ബൽ യൻബഗി അൻ യകൂന ഇഹ്സാനുക ലിന്നാസി ഫിഅലൻ ബിലാ ഖൗലിൻ ഇനെന്താക്ക നിന്റെ ഇഹ്സാനി ഫിഅല് കൊണ്ടായിക്കോട്ടെ, വാഗ്ദാനം ചെയ്തിട്ട് കൗല് കൊണ്ടാക്കണ്ട. അപ്പം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അപ്പം എന്താക്കും അറിഞ്ഞോ, 10 രൂപ എടുത്തിട്ട് ബാക്കി നമുക്ക് എന്തെല്ലാം തരാപ്പാന്ന് വാഗ്ദാനം ചെയ്യും. ആ ഫിഅല് കൊണ്ട് ചെയ്തത് കൊണ്ട് മതിയാക്കിയെന്നാണ് പറയുന്നത്. അത് അഞ്ഞക്കോന ഇഹ്സാനുക ലിന്നാസി ഫിഅലൻ കൗല് പറയണ്ട, കൗല് പറഞ്ഞിട്ട് പാലിച്ചതാ. ഇനി ഫൈദൽ തുദിർത്തൈനൽ വഅദി വഅദിലേക്ക് നിനക്ക് അത്യാവശ്യമായി നോക്കാം, എന്നാൽ ഫഇയ്യാക തുഖലിഫ അത് പാലിക്കാതിരിക്കൽ നീ വളരെ ശ്രദ്ധിച്ചോളണം. പക്ഷെ എന്താണ് ഇല്ലാലി അജുസൻ ഒന്നിക്ക് അജുസ് വന്നുപോയി ഔ ലറൂറത്ത് വന്നുപോയാൽ ഒഴികെ. ഫഇന്ന ദാലിക ഈ ഖുൽഫുൽ വഅദ് എന്നുള്ളത് മിൻ അമാറാത്തിൻ നിഫാഖി നിഫാഖിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഖബായിസിൽ അഖ്ലാഖ് ഖുലുഖിൽ ഏറ്റവും മോശപ്പെട്ടതുമാണ്. قال النبي صلى الله عليه وسلم ثلاث من كن فيه 3 കാര്യം ഒരാളിലുണ്ടെങ്കിൽ ഫഹുവ മുനാഫിഖുൻ അവൻ മുനാഫിഖാണ്. വഇൻ സാമ വസല്ല അവൻ നമസ്കരിക്കുകയോ നോമ്പൊക്കെ എന്ത് ചെയ്താലും. എന്താ മൻ ഇദാ ഹദ്ദസ കദബ സംസാരിക്കുന്ന കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ വാഗ്ദാനം ചെയ്താലോ ലംഘിക്കും. വൈദാ ഇത്മിന ഖാന അവനെ വിശ്വസിച്ചെന്തെങ്കിലും അത് വഞ്ചിക്കും. പിന്നെ ഹദീസിലുണ്ട് 4 ജവാഹിറ ഫീ ജിസ്മി ബിനി ആദം മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലാഹു 4 മുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ നീക്കും 4 അഷ്യാ 4 കാര്യം ഉണ്ടായാൽ ആ മുത്ത് നഷ്ടപ്പെടും. എന്താ അത്? അമ്മൽ ജവാഹിർ അഖിലെ ദീനി ഹയാ അമൽ സാലിഹ് 4 ജവാഹിർ. അപ്പോൾ ഫൽ ഫഖർ 4 കാര്യം ഉണ്ടായാൽ നീക്കുന്നല്ല. ഫൽ ഫഖർ യുസീലുൽ അഖില ഫഖർ വന്നാൽ അഖില പോയി. വൽ ഹസദു യുസീലുദ്ദീൻ ഹസദ് വന്നാൽ ദീനും പോയി. വത്തമഉ മറ്റുള്ളവർ കാര്യത്തിൽ ആഗ്രഹിക്കലി യുസീലുൽ ഹയായിനെ ഇല്ലാണ്ടാക്കി കളയും. വൽ ഗീബതു തുസീലുൽ അമല സാലിഹായ അമലിനെ നീക്കി കളയും. അല്ലാഹു അലം.
ഇനി ഏതാണ് 2 നമ്പർ? ഖാനയല്ലേ? വൽ ഖൽഖു ഫിൽ അമാനത്തി 5 അസ്നാഫ്. അമാനത്തിൻ്റെ വിഷയത്തിൽ 5 തരക്കാരാണ് ജനങ്ങൾ. അഹദുഹും അൽ ഉലമാ, ഉലമാക്കൾ. അപ്പോൾ അവർക്കുള്ള അമാനത്ത് അമാനത്തും അന്നസീഹത്തു ലിൽ ഖൽഖി, പടപ്പുകൾക്ക് നസീഹത്താണ്. മാ കത്തഇത്തമഇമിന്നും, അവരുടെ വാക്കൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടലിനെ തൊട്ടുണ്ടാക്കണം, നിരാശപ്പെട്ടേക്കണം ആ കോലത്തിൽ. അസ്സാനി, രണ്ടാമത്തെ കൂട്ടരാണ് അൽ ഉമറാകാന്ന്. അമാനത്തുഹും, അവരുടെ അമാനത്ത് എന്താ? അതിൽ ബൈനന്നാസ്, ജനങ്ങളുടെ നീതി പ്രവർത്തിക്കലാണ്. അസ്സാലിസ്, മൂന്നാമത്തെ കൂട്ടരാരാണ്? തുജാർ, കച്ചവടക്കാർ. വഅമാനത്തു ഇൻസാഫുന്നാസി മിൻ അൻഫുസിഹിം വജ്തിനാബുൻ നജസി ഫീ മകായിലിഹിം വമവാസീനിഹിം, ജനങ്ങളോട് നീതി പുലർത്തൽ. എന്നിട്ടോ അവരളത്തത്തിലും തൂക്കത്തിലും മറ്റെന്തൊക്കെ വഞ്ചിക്കുന്നുണ്ടല്ലോ, അതും കൊണ്ട് ഒഴിവാക്കാം. കുറേശ്ശം വൃത്തിയെടുത്തിട്ട് ജനങ്ങൾക്ക് തിരിയൂല. ഒരു 5 ഗ്രാം 10 ഗ്രാം കുറച്ചാന്താക്കി കുറേ ടോട്ടൽ കൂട്ടുമ്പോൾ ഇവർക്ക് വലിയ ഓഹരി കിട്ടും. നമുക്ക് മില്ലുള്ള കാലത്ത് മുളക് വാങ്ങേ വേണ്ടാമാനോ എന്താന്ന് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അങ്ങ് തട്ടും. അറാബിഉ, നാലാമത്തെ കൂട്ടര അൽ ഫഖറാ, അവരമാനത്തെന്താ? കത്മാനു ഷിദ്ദ, അവർക്കുള്ള പ്രയാസങ്ങളെ ജനങ്ങളോട് പാടി നടക്കാതെ മറച്ചു വെക്കൽ. തർക്കു ശിക്കായത്തിൽ അഗനിയാക്കെടുത്ത് പോയിട്ട് ശിക്കായത്ത് അന്ന് അങ്ങനെയാക്കി അന്ന് ഇങ്ങനെയാക്കി എനിക്ക് പട്ടിണിയാക്കിനി, അത് ഒഴിവാക്കല്. അൽ ഖാമിസു, അഞ്ചാമത്തെ കൂട്ടർ അഗനിയാഉ, പണക്കാർ. അൽ ഫഖറാ എന്താ? അവ അമാനത്തുഹും അദാഉൽ ഹുഖൂഖിൽ ലത്തി ഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ ബാധിച്ചിരിക്കുന്ന ഹക്കുകളെ മുഴുവനും വീട്ടല്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യലുമാണ്. ഫീ ജമീഇൽ അഹ്വാൽ, ഏതവസരത്തിലും. എനിക്ക് വന്ന പണം തന്നില്ലേ? വയുഖാലു അൽ ബദീഉ ജദീഉൻ വൽ ഖായിനു ഖായിഫുൻ എന്നൊരു വാക്കുണ്ട്. എന്തേ? ഒരാൾ വഞ്ചിക്കലോ തട്ടിപ്പോ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഓനിക്ക് എപ്പം ധൈര്യമാണ്, എപ്പം ചോദിക്കും. അതിൻ്റെ കൃത്യമായ കണക്കും കൂടെ പറഞ്ഞു കൊടുക്കാനാണ്. അതേ അവസരത്തിൽ ഖിയാനത്ത് നടത്തിയാൽ ഇത് പിടിക്കപ്പെടുവോ, പിടിച്ചാൽ എന്ത് പറയോ, എല്ലാം കൂടെ പേടിയാണ്. എപ്പം പേടിയും ടെൻഷനുണ്ടാവും. വയുക്കാല് മൻ ഖാന ഫലാ ഖാന എന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്നാ പറയുന്നത്. മൻ ഖാന ഫലാ ഖാന, മുനാസബത്ത് പറഞ്ഞില്ലേ? ഒരാൾ ഖിയാനത്താക്കിയാണ് പോയ മൗജൂദായിട്ടേ ഇല്ല എന്ന് നശിച്ചുപോയി എന്നർത്ഥം. ഇയ്യാകും വൽ ഖിയാനത, നിങ്ങൾ ഖിയാനത്തിനെ സൂക്ഷിക്കണം. ഫഇന്നഹാ ബിഇസത്തിൽ ബിത്വാന, അത് മഹാമോശമായ കൂട്ടുകാരനാണ്. ഇനി 3 നമ്പർ അപ്പുറത്തേക്ക് പോയി. قال صلى الله عليه إذا وعد الرجل أخاه, സഹോദരനോട് വാഗ്ദാനം ചെയ്ത് വമിൻ നിയ്യത്തി, അവൻ്റെ ഉള്ളിലുള്ള എന്താണ്? അൻ യഫിയലഹു, അത് പൂർത്തിയാക്കുമെന്നാണ്. എന്നിട്ടോ ഫലം യഫി, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വലം യജ്അലിൽ മിആദി, അങ്ങനെ പറഞ്ഞ സമയത്ത് അവൻ എത്തിയതുമില്ലെങ്കിൽ ഫലാ ഇസ്മ അലൈഹി, അവനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഹദിസോ ളറൂറത്തോ വന്ന്. അൻ സയ്യിദിനാ സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഫിൽ ഹദീസ്, അത് മുമ്പ് വായിച്ചല്ല. ഞാൻ കിട്ടി. ഇനിയിപ്പോൾ എത്ര പേജുണ്ടെന്ന്